ഈ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങളുടെ ചാനലിൽ കിട്ടുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല വ്യൂസും സബ്സ്ക്രൈബേഴ്സും അതേപോലെ തന്നെ വാച്ചവേഴ്സ് ലഭിക്കുള്ളൂ. ഉദാഹരണം, നമുക്ക് ലൈവ് പോകുകയാണെന്ന് വെച്ചാൽ ഒരുപാട് വാച്ചവേഴ്സ് കിട്ടും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ചും ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനാണ് കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇത് കാണാതെ പോയാൽ നിങ്ങൾക്ക് വളരെ നഷ്ടമായി പോകും. എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാനായിട്ട് ഞാൻ മോണിറ്റൈസേഷൻ ആയ ശേഷമാണ് യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്ത് വന്നത് കേട്ടോ. കാരണമുണ്ട്. അപ്പം എന്നോട് പലരും ഓരോ ഡൗട്ടും കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ശരി അത് വെച്ച് ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതി ഒരു യൂട്യൂബ് ടിപ്സ് വീഡിയോകളാക്കി ചെയ്തു വന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വലിയ ക്രിയേറ്ററൊന്നുമല്ല. യൂട്യൂബിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്കറിയുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ ഇതിനു മുമ്പ് ഏകദേശം 1072 യൂട്യൂബ് ടിപ്സ് വീഡിയോകളോളം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ അതുകൂടെ കാണുക. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആദ്യം തന്നെ 1 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട്, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഫോൺ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് ഫോൺ വെരിഫിക്കേഷനെ കുറിച്ചിട്ടാണ് കേട്ടോ. കാരണമുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ചേച്ചി, ഞാൻ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി, അപ്പോൾ എനിക്ക് ലൈവ് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അവരുടെ ചാനൽ പരിശോധിക്കുമ്പോൾ ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട് അവർ ചാനൽ തുടങ്ങിയിട്ട്. അവർക്ക് ലൈവ് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങനെ ശ്രദ്ധിച്ചില്ല കേട്ടോ. അതിൻ്റെ കാര്യം എനിക്കില്ല, ഫോൺ വെരിഫൈഡിൻ്റെ കാര്യം എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ പോകും, നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നീടാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ കുറേ ആയില്ല ഇത് ചെയ്തിട്ട്, ഏകദേശം 2 വർഷം ആകാനായി. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഫോൺ വെരിഫൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ലൈവ് സ്ട്രീം പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവരിപ്പോൾ കാണുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ലൈവ് സ്ട്രീം പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ വെരിഫിക്കേഷൻ കഴിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ ലൈവ് സ്ട്രീം പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്നുള്ളത്, കസ്റ്റം തമ്പനെയിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഫോൺ വെരിഫിക്കേഷൻ ചെയ്തിരിക്കണം. അടുത്തതായിട്ട് നമ്മൾ എന്താ പറയുക, 15 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെങ്കിലും നമ്മുടെ ഫോൺ വെരിഫിക്കേഷൻ ചെയ്തിരിക്കണം. പിന്നെ എല്ലാത്തിനും ഫോൺ വെരിഫിക്കേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ നടക്കത്തുള്ളൂ. പോഡ്കാസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ വെരിഫിക്കേഷൻ ചെയ്തിരിക്കണം. അതേപോലെ പ്ലേലിസ്റ്റ് കൊളാബ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഫോൺ വെരിഫൈഡ് ആയിരിക്കണം. പിന്നെ കണ്ടന്റ് ID ക്ലൈംഡ് വരികയാണെങ്കിലും ഫോൺ വെരിഫൈഡ് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങളുടെ ചാനലിൽ കിട്ടുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല വ്യൂസും സബ്സ്ക്രൈബേഴ്സും അതേപോലെ തന്നെ വാച്ചവേഴ്സ് ലഭിക്കുള്ളൂ. ഉദാഹരണം, നമുക്ക് ലൈവ് പോകുകയാണെന്ന് വെച്ചാൽ ഒരുപാട് വാച്ചവേഴ്സ് കിട്ടും. അതേപോലെ തന്നെ കസ്റ്റം തമ്പനിയിലൊക്കെ നമ്മൾ നല്ലോണം അട്രാക്റ്റോടുകൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്ലിക്ക് ത്രൂ റേറ്റ് ഉയർന്ന് കാണിക്കും. അങ്ങനെയും വ്യൂസ് കൂടി വരും. അതേപോലെ തന്നെ അതിലൂടെ സബ്സ്ക്രൈബേഴ്സും നമുക്ക് കിട്ടും, പിന്നെ വാച്ചവേഴ്സും കിട്ടും. പിന്നെയെന്ന് പറയുന്നത്, 15 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫോൺ വെരിഫിക്കേഷൻ കഴിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. 15 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ്, ഒന്നില്ലെങ്കിൽ 10 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് ഇട്ടാൽ മാത്രമേ നമുക്ക് നല്ല വാച്ചവേഴ്സ് കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല ലോങ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ വെരിഫിക്കേഷൻ കഴിഞ്ഞിരിക്കണം. അപ്പോൾ കുറേ കാര്യങ്ങൾ ഫോൺ വെരിഫൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലൂടെ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഫോൺ വെരിഫൈഡ് ചെയ്യുക എന്നാണ്. അപ്പോൾ എനിക്കറിയാം എൻ്റെ ചാനൽ കാണുന്നത് തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സ് ആണെന്ന്. കാരണം നമുക്ക് ഓരോ ഡൗട്ടും കാര്യങ്ങളും ചോദിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഫോൺ വെരിഫിക്കേഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഫോൺ വെരിഫിക്കേഷൻ ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കുറേ ഫീച്ചേഴ്സ് ലഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെയും ഫോൺ വെരിഫിക്കേഷൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ഫോൺ വെരിഫിക്കേഷൻ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൺ വെരിഫിക്കേഷൻ എങ്ങനെയെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെ വേറൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമൻറ്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ചിലവർ ലൈക്ക് ചെയ്യാതെയും കമൻറ്റ് ചെയ്യാതെയൊക്കെ പോകും, മറന്നു പോവുകയായിരിക്കാം. ഹൈപ്പ് എന്നത് പുതിയൊരു ഓപ്ഷനാണ്. അപ്പോൾ ലൈക്ക്, സൂപ്പർ താങ്ക്സ് ആ സെക്ഷനിൽ തന്നെ ഹൈപ്പും കാണും. അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൻ്റെ സൈഡായിട്ട് 2 ഡോട്ട് കാണും. അത് ലെഫ്റ്റ് സൈഡേക്ക് സ്വൈപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഹൈപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ഈ വീഡിയോയ്ക്ക് ഒരു ഹൈപ്പ് കൂടെ തരിക. അപ്പോൾ ഫോൺ വെരിഫിക്കേഷൻ എങ്ങനെ ചെയ്യുക എന്നത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. ഓക്കെ.
ആദ്യം ക്രോമോ ഗൂഗിളോ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് YT സ്റ്റുഡിയോ ലോഗിൻ എന്ന് അടിച്ചു കൊടുക്കുക. ഞാൻ ഓൾറെഡി കൊടുത്തത് കാരണമാണ് കേട്ടോ കാണുന്നത്. ഒരിക്കൽ കൂടി കൊടുക്കാം. YT സ്റ്റുഡിയോ ലോഗിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കാണുന്ന ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡാഷ്ബോർഡ് ഡെസ്ക്ടോപ്പ് സൈറ്റിൽ ഓപ്പണായി വരുന്നതായിരിക്കും കേട്ടോ. ഒരു സെക്കൻഡ് ഇത് കാണിക്കും, എന്നിട്ട് ഇനി വരുന്നതായിരിക്കും. കുറച്ച് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഡാഷ്ബോർഡ് ഇങ്ങനെയാണ് കേട്ടോ ഓപ്പണായി വരുന്നത്. പലരും ഇവ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ കൊടുത്താൽ എന്തായാലും വരും കേട്ടോ. അവസാനം കാണുന്ന സെറ്റിങ്സിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് വരും കേട്ടോ. അതിൽ ആദ്യം ജനറൽ ചാനൽ എന്ന് കാണും. അപ്പോൾ ചാനലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ചാനലിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്യൂച്ചർ എലിജിബിലിറ്റി എന്ന് കാണും, കണ്ടില്ലേ? അതിൽ സെക്കൻഡ് വൺ ആയിട്ട് ഇൻ്റർമീഡിയറ്റ് ഫ്യൂച്ചർ എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എൻ്റെ എനേബിൾ ആണ്, നിങ്ങളുടെ എനേബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണിക്കുക, വെരിഫൈ ഫോൺ നമ്പർ എന്ന്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊരു പേജ് വരും, ഫോൺ വെരിഫിക്കേഷൻ സ്റ്റെപ്പ് 1 ഓഫ് 2 എന്ന്. അപ്പോൾ അതിൽ ഹൗ ഷുഡ് വി ഡെലിവർ ദ വെരിഫിക്കേഷൻ കോഡ് ടു യു, ടെക്സ്റ്റിലൂടെ വേണോ കോളിലൂടെ വേണോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ടെക്സ്റ്റ് വേണമെങ്കിൽ ടെക്സ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ കോൾ വേണമെങ്കിൽ കോൾ കൊടുക്കാം കേട്ടോ. പിന്നെ സെലക്ട് യുവർ കൺട്രി, ഇന്ത്യ എന്ന് കൊടുക്കുക. പിന്നെ വാട്ട് ഈസ് യുവർ ഫോൺ നമ്പർ, നമ്മുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ ഏത് ഫോൺ നമ്പറാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് യൂട്യൂബ് ചാനലിൽ, അത് തന്നെ കൊടുത്തിരിക്കണം. അപ്പോൾ അത് ഉറപ്പ് വരുത്തുക. ഫോൺ നമ്പർ കൊടുത്ത ശേഷം ഗെറ്റ് കോഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പേജ് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരിക, ഫോൺ വെരിഫിക്കേഷൻ സ്റ്റെപ്പ് 2 ഓഫ് 2 എന്ന്. അപ്പോൾ അതിൽ നമ്മൾ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വെരിഫിക്കേഷൻ കോഡ് വരുന്നതായിരിക്കും. അപ്പോൾ അത് 6 ഡിജിറ്റ് ആയിരിക്കും. അത് ഇതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പേജ് വരും, ഫോൺ നമ്പർ വെരിഫൈഡ്, കൺഗ്രാജുലേഷൻ യുവർ ഫോൺ നമ്പർ ഈസ് നൗ വെരിഫൈഡ് എന്ന്. അപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങളുടെ സെറ്റിങ്സിൽ പോയിട്ട് ചാനലിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഫ്യൂച്ചർ എലിജിബിലിറ്റിയിൽ ഇങ്ങനെയായിരിക്കും കേട്ടോ കാണുന്നത്. കണ്ടില്ലേ? എല്ലാം എനേബിൾഡ് ആയിട്ട് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് സ്ട്രീം ആണെങ്കിലും 15 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് ആണെങ്കിലും അതേപോലെ കസ്റ്റം തമ്പനെയിൽസ് ആണെങ്കിലും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ, വളരെ ഈസി ആയിട്ട്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയും ഫോൺ വെരിഫിക്കേഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഫോൺ വെരിഫിക്കേഷൻ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫ്യൂച്ചേഴ്സൊക്കെ ലഭിക്കുകയുള്ളൂ. ഫ്യൂച്ചേഴ്സ് ലഭിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വാച്ചവേഴ്സ് ആണെങ്കിലും വ്യൂസ് ആണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും കൂടി വരത്തുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമൻറ്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കാണും. ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.